നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചാണ്. മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രൂസ് ജോയ്സിനെയും മാർഷാവെല്ലിനെയും പറയാതിരിക്കാൻ പറ്റില്ല. മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ബ്രൂസ് ജോയ്സും മാർഷാവെല്ലും. അതെ, മോഡൽസ് ഓഫ് ടീച്ചിങ് എമേർജ്ഡ് ഔട്ട് ഓഫ് സെർച്ച് ബൈ ബ്രൂസ് ജോയ്സ് ആൻഡ് മാർഷാവെൽ. അതുകൊണ്ട് തന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചുള്ള ഡെഫിനിഷനിൽ തന്നെ നമുക്ക് തുടങ്ങാം. ബ്രൂസ് ജോയ്സിൻ്റെയും മാർഷാവെല്ലിൻ്റെയും ഡെഫിനിഷനിൽ നിന്ന് തന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് ഡെഫിനിഷൻ: എ ടീച്ചിങ് മോഡൽ ഈസ് എ പാറ്റേൺ ഓർ പ്ലാൻ which can be used to shape curriculum or course, to design instructional materials and to guide instruction in the classroom and other settings. ബ്രൂസ് ജോയ്സും മാർഷാവെല്ലും മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന് കൊടുത്ത ഡെഫിനിഷനാണ്. എ ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്, അതായത് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണ്. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഷേപ്പ് കരിക്കുലം ഓർ കോഴ്സ്. ഒരു കരിക്കുലം അല്ലെങ്കിൽ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു പ്ലാനിനെയാണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്തുകൊണ്ട് ബ്രൂസ് ജോയ്സും മാർഷാവെല്ലും അർത്ഥമാക്കുന്നത്. കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനേഷനും കൂടെ നമുക്ക് നോക്കാം. മോഡൽസ് ആർ പ്രിസ്ക്രിപ്റ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജീസ് ഡിസൈൻഡ് ടു അക്കംപ്ലിഷ് പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷണൽ ഗോൾസ്. ഇത് പറഞ്ഞിരിക്കുന്നത് ഈഗൺ പോൾ ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മോഡൽസ് ആർ പ്രിസ്ക്രിപ്റ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജീസ് ഡിസൈൻഡ് ടു അക്കംപ്ലിഷ് പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷണൽ ഗോൾ. ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷണൽ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജി ആണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നാണ് ഈഗൺ പോൾ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അങ്ങനെയാണെങ്കിൽ മോഡൽസ് ഓഫ് ടീച്ചിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതെ, മോഡൽസ് ഓഫ് ടീച്ചിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് it is a tentative theory of instruction, description of learning environment, frame of reference for teachers to improve the instructional effectiveness in an interactive atmosphere, to improve or shape curriculum എന്നൊക്കെ നമുക്ക് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ച് പറയാം. അതെ, ഇത് ടീച്ചേഴ്സിനുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ പാറ്റേൺ ആണ്. അത് മാറുന്ന തിയറികൾക്കനുസരിച്ച്, ഓരോ തിയറികളും നമുക്കറിയാം, ബിഹേവിയറിസം വന്നു, പിന്നെ കൺസ്ട്രക്റ്റിവിസം വന്നു, അതെ, അങ്ങനെ ലേണിംഗ് തിയറികളും ടീച്ചിങ് തിയറികളും എല്ലാം വന്നു. അങ്ങനെയുള്ള മാറുന്ന തിയറികൾക്കനുസരിച്ചാണ് ഓരോ മോഡലുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ, അതൊരു ടെൻറ്റേറ്റീവ് തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ഒരു ടീച്ചർക്കുള്ള ഇൻസ്ട്രക്ഷനാണ് മോഡൽസ് ഓഫ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, നമ്മളുടെ ക്ലാസ് റൂം ലേണിംഗ് എൻവയോൺമെൻറ്റ് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് ഓരോ മോഡലും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഫ്രെയിം ഓഫ് റെഫറൻസ് ഫോർ ടീച്ചേഴ്സ്. ഓരോ ടീച്ചേഴ്സിനും ഇതൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ടീച്ചർ എങ്ങനെയാണ് കുട്ടികളോട് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ ഗോളിനനുസരിച്ചും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ മോഡലുകളുണ്ട്. അവ കൃത്യമായിട്ട് ക്ലാസ് റൂം എങ്ങനെ പോകണം, ഏത് ഫ്രെയിമിൽ നിന്നുകൊണ്ട് വേണം ഒരു ക്ലാസ് മുന്നോട്ട് പോകാൻ എന്ന് ഒരു ടീച്ചർക്ക് കൃത്യമായ രൂപരേഖ നൽകാൻ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന് സാധിക്കും. ടു ഇംപ്രൂവ് ദ ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റീവ്നെസ് ഇൻ ആൻ ഇന്ററാക്റ്റീവ് അറ്റ്മോസ്ഫിയർ, ടു ഇംപ്രൂവ് ഓർ ഷേപ്പ് കരിക്കുലം. അങ്ങനെ നമ്മുടെ ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റീവ്നെസ് വളരെയധികം ഇഫക്റ്റീവായ രീതിയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ ചെയ്യാനും, ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ചെയ്യാനും, അങ്ങനെ ഒരു കരിക്കുലത്തെ ഷേപ്പ് ചെയ്യാനും ഒരു ടീച്ചറെ ഒരു മോഡൽസ് ഓഫ് ടീച്ചിങ് സഹായിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ്. മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്: സ്പെസിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ഔട്ട്കം, all models of teaching specified and what the students should perform after completing an instructional sequence. അതായത് ഓരോ മോഡലുകളും നമ്മളുടെ ഇൻസ്ട്രക്ഷന് ശേഷം സ്റ്റുഡൻസ് എങ്ങനെ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റുഡൻസിൽ എന്ത് ലേണിംഗ് ഔട്ട്കം ആണ് എത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് ഓരോ മോഡലുകളും ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മോഡലിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പെസിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ഔട്ട്കം. Next is specification of environment. It is specify definite terms the environmental condition under which a student's response should be observed. ഓരോ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലും സ്റ്റുഡൻസിന്റെ റെസ്പോൺസ്, ക്ലാസ് റൂം എൻവയോൺമെന്റ് എല്ലാം കൃത്യമായിട്ടുള്ള പ്രൊസീജിയറുകൾ എല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മോഡലുകളിലും നമുക്ക് സ്പെസിഫിക്കേഷൻ ഓഫ് എൻവയോൺമെന്റ് കാണാൻ പറ്റും.
Next is specification of criterion of performance. It specifies the criterion of performance which is expected from the students. ഓരോ സ്റ്റെപ്പുകളിലും കുട്ടികൾ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മോഡലുകളുടെയും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പെസിഫിക്കേഷൻ ഓഫ് ക്രൈറ്റീരിയൻ ഓഫ് പെർഫോമൻസ്. നെക്സ്റ്റ്, സ്പെസിഫിക്കേഷൻ ഓഫ് ഓപ്പറേഷൻസ്. It specifies the mechanism that provides for the reaction of students and the interaction with the environment. ഓരോ സ്റ്റുഡൻറ്റും എങ്ങനെയാണ് ആ എൻവയോൺമെന്റിൽ റിയാക്ട് ചെയ്യേണ്ടത് എന്ന് എല്ലാ മോഡലുകളും കൃത്യമായി പറയുന്നുണ്ട്. നെക്സ്റ്റ്, സയന്റിഫിക് പ്രൊസീജിയർ. It is based on systematic procedure to modify the behavior of the learner. എല്ലാ മോഡലുകളും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറുകളിലൂടെ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയറുകളിലൂടെ കടന്നു പോകുന്ന കാരണം കുട്ടികളിൽ കൃത്യമായിട്ടുള്ള ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ ഓരോ മോഡലിനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മോഡലുകളിലും നമുക്ക് സയന്റിഫിക് പ്രൊസീജിയർ ഉണ്ടെന്ന് കാണാം. അപ്പൊ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ മോഡലുകളുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പെസിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ഔട്ട്കം, സ്പെസിഫിക്കേഷൻ ഓഫ് എൻവയോൺമെന്റ്, സ്പെസിഫിക്കേഷൻ ഓഫ് ക്രൈറ്റീരിയൻ ഓഫ് പെർഫോമൻസ്, സ്പെസിഫിക്കേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് സയന്റിഫിക് പ്രൊസീജിയർ. നെക്സ്റ്റ്, നമുക്ക് ഫങ്ഷൻസിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ടീച്ചിങ് മോഡലുകളുടെ ഫങ്ഷൻസ്? അതെ, ഇത് ഒരു ടീച്ചർക്കുള്ള ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനുള്ള ഒരു ഡിസൈൻ ആണ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ ഫങ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഹെൽപ്പ് ദ ടീച്ചർ ടു സെലക്ട് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജീസ് ഫോർ റിയലൈസിംഗ് ദ ഒബ്ജക്റ്റീവ്സ്, ടു ബ്രിങ് ഡിസൈറബിൾ ടീച്ചർ പീപ്പിൾ ഇന്ററാക്ഷൻ, to bring desirable changes in behavior of the learner, to create favorable environment for teaching process, to shape curriculum, to create interest, to provide material in an effective way, to provide appropriate educational activities, to develop social efficiency, to develop professional ability, intellectual ability and behavior modification. ഇതെല്ലാം മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന്റെ ഫംഗ്ഷൻ ആണ്. അതെ, ഇതൊരു ടീച്ചറെ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് ഓരോ ഗോളിനനുസരിച്ചും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനനുസരിച്ചും കൃത്യമായിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജികൾ ഏത് മോഡലാണ് എടുക്കുന്നത് അതിന് കൃത്യമായ പ്രൊസീജിയർ ഉണ്ട്. അത് ഫോളോ ചെയ്യുമ്പോൾ കൃത്യമായ ലേണിംഗ് ഔട്ട്കം ഒരു കുട്ടിയിൽ എത്തിക്കാൻ നമ്മൾ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിലൂടെ ക്ലാസ് എടുക്കുമ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അത് ഒരു കരിക്കുലത്തെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ഇൻട്രസ്റ്റ്. നമ്മൾ സാധാരണ രീതിയിലുള്ള മെത്തേഡിലൂടെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന വിരസത ഒഴിവാക്കാൻ വേണ്ടി മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പല മോഡലുകളും പല രീതിയിലാണ്. നമുക്കറിയാം, ചില മോഡലുകളിൽ കുട്ടികൾ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചില മോഡലുകളിൽ നമ്മൾ എക്സാമ്പിൾസ് കാണിച്ചിട്ടായിരിക്കാം. അങ്ങനെ ഓരോ മോഡലിന്റെയും സിൻടാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ്. അത് കുട്ടികളെ തീർച്ചയായും അട്രാക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളിൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ടു പ്രൊവൈഡ് മെറ്റീരിയൽ ഇൻ ആൻ ഇഫക്റ്റീവ് വേ. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇഫക്റ്റീവായ രീതിയിൽ നമ്മളുടെ ലേണിംഗ് മെറ്റീരിയൽ എത്തിക്കാൻ എല്ലാ മോഡലുകൾക്കും സാധിക്കും. ടു പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി. ഓരോ മോഡലുകളിലും ഉള്ള ആക്ടിവിറ്റീസ് വളരെ സ്പെസിഫിക് ആണ്. നമ്മൾ ടീച്ചറുടെ റോള്, കുട്ടിയുടെ റോളെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് എല്ലാം വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് ഓരോ മോഡലിലും നടക്കുന്നത്. ടു ഡെവലപ്പ് സോഷ്യൽ എഫിഷ്യൻസി. നമ്മൾ ഒരുപാട് സോഷ്യൽ സ്കില്ലുകൾ നമ്മൾ ഓരോ മോഡലിൽ നിന്നും ഒരു കുട്ടി ആർജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ സോഷ്യൽ എഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യാൻ ഓരോ മോഡലുകളും സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്രൊഫഷണൽ എബിലിറ്റി. ഒരു ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും സ്ഥിരമായ രീതിയിലും മെത്തേഡും അപ്രോച്ചുകളും നമുക്ക് ഒരുപാടുകളുണ്ട്. പക്ഷെ അതിനുപരിയായി ഇത്തരത്തിലുള്ള മോഡൽസിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റിയാണ് കൂട്ടുന്നത്. അതേപോലെ നമുക്ക് പറയാൻ പറ്റും ഇന്റലക്ച്വൽ എബിലിറ്റി ആൻഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ. അല്ലേ, ഓരോ മോഡലിനും കൃത്യമായ ഗോളുണ്ട്. കുട്ടികളുടെ ഇന്റലക്ച്വൽ എബിലിറ്റി ആയാലും കുട്ടികളുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാനും എല്ലാം കൃത്യമായ ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മോഡലിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. തീർച്ചയായും കുട്ടികളുടെ ഇന്റലക്ച്വൽ എബിലിറ്റി ആയാലും ബിഹേവിയർ, ഏത് ബിഹേവിയർ ആയാലും കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ ഏത് ഡൊമൈനിലുള്ള ഡെവലപ്മെന്റും കൃത്യമായി നടക്കണമെങ്കിൽ നമ്മളുടെ മോഡൽസ് ഓഫ് ടീച്ചിങ് ഒരു ടീച്ചറെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫാമിലീസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ്. പ്രധാനമായും 4 ഫാമിലികളായിട്ടാണ് നമുക്ക് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ തരംതിരിക്കുന്നത്.
the information processing family, the social family, the personal family, the behavioral system family. അപ്പോൾ നമ്മുടെ 10-23 മോഡലുകളെ ഇത്തരത്തിലുള്ള 4 ഫാമിലികളിലായിട്ട് നമുക്ക് തരംതിരിക്കാം. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് വൺ, ദ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി. ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയുടെ പ്രധാനമായ ഫോക്കസ് ലേണിംഗ് ടു തിങ്ക് ബൈ ലേണിംഗ്, എംഫസിസ് ഓൺ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, help to cultivate in intellectual ability, develop good thinking, improve the problem solving ability, mastering the method of inquiry. അതെ, ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയുടെ പ്രധാനമായ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ തിങ്കിങ് എബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുക, ലേണറിലുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുക, ഇന്റലക്ച്വൽ എബിലിറ്റി കൂട്ടുക, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി കൂട്ടുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിലെ മോഡലുകൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ബൈ ജെറോം എസ് ബ്രൂണർ, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ റിച്ചാർഡ് സുഷ്മൻ, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ഹിൽഡ താബ. ഈ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിലും ഇൻക്വയറി ട്രെയിനിങ് മോഡലിലും ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡലിലും എല്ലാം കുട്ടികളുടെ തിങ്കിങ്ങിനെയും റീസണിങ്ങിനെയും പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റിയെയും ഒക്കെ ഇൻക്രീസ് ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാനമായ ഉദ്ദേശം. അടുത്തതായി the social family. The main focus of this family, it focus on the development of social skills and communication. It emphasizes the relationship of the individual to the society and other persons. Development of social skills help the individual to engage in democratic process, help to work productively in a democratic society. ഇതെല്ലാമാണ് പ്രധാനമായും സോഷ്യൽ ഇന്ററാക്ഷൻ ഫാമിലി അല്ലെങ്കിൽ സോഷ്യൽ ഫാമിലിയുടെ പ്രധാനമായ ഫോക്കസ്. നമ്മളുടെ സോഷ്യൽ സ്കില്ലുകൾ, അതുപോലെ ഇൻട്രാപേഴ്സണൽ സ്കില്ലുകൾ, ഡെമോക്രാറ്റിക് വാല്യൂ തുടങ്ങിയവ ലേണറിൽ ഡെവലപ്പ് ചെയ്യുക എന്നതാണ് സോഷ്യൽ ഫാമിലിയുടെ പ്രധാനമായ ഫോക്കസ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ ബൈ ജോൺ ഡൂയി ആൻഡ് ഹെർബർട്ട് ടെലൻ, ജൂറിസ്പ്രുഡൻഷ്യൽ ഇൻക്വയറി മോഡൽ ഡൊണാൾഡ് ഒലിവർ ആൻഡ് ജെയിംസ് പി ഷാവർ, റോൾ പ്ലേയിങ് മോഡൽ ഫെന്നി ഷാഫ്റ്റൽ ആൻഡ് ജോർജ് ഷാഫ്റ്റൽ. നെക്സ്റ്റ്, the personal family. It is used for personal development of the individual. It concerned with the human's feelings and emotions. It tried to move towards the development of integrated functioning of self. അതെ, പേഴ്സണൽ ഫാമിലി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റിനെയാണ്. ഒരു വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റി, ഇമോഷൻസ്, ഫീലിങ്സ് തുടങ്ങിയവ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് പേഴ്സണൽ ഫാമിലിയിലെ ഓരോ മോഡലുകളും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് നോൺ ഡയറക്റ്റീവ് ടീച്ചിങ് മോഡൽ, കാൾ റോജേഴ്സ് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും കൂടെയാണ് ഡെവലപ്പ് ചെയ്തത്, സിനറ്റിക് മോഡൽ വില്യം ജി ഗോർഡൺ, ക്ലാസ് റൂം മീറ്റിംഗ് മോഡൽ വില്യം ഗ്ലേഷ്യർ. ഇത്തരം മോഡൽസ് എല്ലാം പേഴ്സണൽ ഫാമിലിയിൽ വരുന്ന ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, ദ ബിഹേവിയറൽ സിസ്റ്റം ഫാമിലി ഓർ ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി. ഇറ്റ് എംഫസിസ് ഓൺ ചേഞ്ചിങ് ദ ഒബ്സർവബിൾ ബിഹേവിയർ ഓഫ് ദി ലേണർ ടു ട്രാൻസ്മിറ്റ് കൾച്ചർ ബൈ ടീച്ചിങ് സ്കിൽസ് ആൻഡ് നോളജ്. ഒരാളുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുക, ഓവേർട്ട് ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മളുടെ സ്കിന്നറുടെയും റീഇൻഫോഴ്സ്മെന്റ് തിയറികൾ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലി ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് കണ്ടിജൻസി മാനേജ്മെന്റ് മോഡൽ ജോയ്സ് ആൻഡ് വെയിൽ, സെൽഫ് കൺട്രോൾ മോഡൽ BF സ്കിന്നർ. അപ്പോൾ നമ്മൾ പ്രധാനമായും 4 ഫാമിലികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്ത ഫാമിലീസ് ആണ് the information processing family, the social family, the personal family, the behavioral system family. അപ്പോൾ നമ്മുടെ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ പ്രധാനമായും ഇത്തരത്തിൽ 4 ഫാമിലികളായിട്ട് തരംതിരിക്കാം. ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നും മോഡൽസ് ഓഫ് ടീച്ചിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻ, അതേപോലെ ഫാമിലീസ്, ഡിഫറെന്റ് ഫാമിലീസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്